എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നമുക്ക് ആദർശിന്റെയും നയനയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് അവാർഡ് ദാന ചടങ്ങിന്റെ കാര്യങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കുവാണ്. ഈ സമയത്താണ് ആൻമരിയ സ്വാഗത പ്രസംഗത്തിന് കയറിയത്. അങ്ങനെ സ്വാഗത പ്രസംഗത്തിന് കയറിയിട്ട് അവാർഡ് കിട്ടിയ നയനയെ കുറിച്ച് രണ്ടു വാക്ക് സംസാരിക്കുകയാണ്. പിന്നീട് നയനയെ കുറിച്ച് ചെറുതായിട്ട് അവളുടെ ചെറുപ്പകാലത്തെ കാര്യങ്ങളെ കുറിച്ചെല്ലാം പറയണം. 5 വയസ്സ് മുതൽ അച്ഛന്റെ കൈ പിടിച്ച് അവള് ഓരോ ജോലികളൊക്കെ ചെയ്യാൻ തുടങ്ങി, അച്ഛനെ സഹായിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം അവള് ഡിഗ്രിക്കൊക്കെ ചേർന്ന സമയത്ത് ആർട്ട് ഗാലറിന്റെ പേരിൽ ഒരു ഷോപ്പൊക്കെ തുടങ്ങി. പിന്നീട് ആ ഷോപ്പിലെ കാര്യങ്ങളൊക്കെ അവള് തന്നെ നോക്കിക്കൊണ്ടിരുന്നത്. അതിനുശേഷമാണ് അവള് മൂർത്തി സ്റ്റോറിന്റെ MD ആയ ആദർശിനെ പരിചയപ്പെടുത്തുകയും പിന്നീട് അത് വിവാഹത്തിലേക്ക് ചെന്നു എന്നൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ ആ ഓഡിറ്റോറിയത്തിൽ ദേവേന ഇരിക്കുന്നുണ്ടായിരുന്നു. ദേവേനയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ആ രംഗങ്ങളൊക്കെ കടന്നു പോവാണ്. നയനയുടെ കൈ പിടിച്ച ആദർശം കല്യാണം കഴിഞ്ഞോട് അങ്ങോട്ട് വന്നപ്പോ താൻ പറഞ്ഞ ക്രൂരമായ വാക്കുകളൊക്കെ, ഇവളെപ്പോലുള്ള ഒരുത്തിനെയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോ അറിയാതെ ദേവേനയുടെ കണ്ണും കൊണ്ട് നിറഞ്ഞുപോയി. പിന്നീട് പറഞ്ഞു, അങ്ങനെ അവസാനം വീട്ടിലേക്ക് വന്നതിന് ശേഷം അവളുടെ കഴിവുകളൊക്കെ തിരിച്ചറിഞ്ഞ് മൂർത്തി ജ്വല്ലറിയുടെ അനന്തമൂർത്തി സാറ് അവളെ കമ്പനിയുടെ ഡിസൈനറായിട്ട് നിയമിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഇന്ന് ഈ നിലയിലേക്ക് നയനെ എത്തിച്ചേർന്നത് എന്നൊക്കെ ഒരു ചെറുതായിട്ടൊരു വിവരണം തന്നെ നടത്തുവാണ്. അതിനുശേഷം നയനയെ ക്ഷണിക്കുകയാണ് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട്. നയനെ അങ്ങോട്ട് ചെന്നു. നയനെ അങ്ങ് ചെന്നിട്ട് എല്ലാവരെയും അഭിസംബോധനയൊക്കെ ചെയ്തതിന് ശേഷം ചെറുതായിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങുവാണ്. എനിക്ക് ഈ അവാർഡ് കിട്ടിയതിൽ ഒത്തിരി സന്തോഷമൊക്കെ ഉണ്ട്. ഇങ്ങനെ ഒരു അവാർഡ് കിട്ടാൻ കാരണം എൻ്റെ വീട്ടുകാരാണ്. അവരെന്നെ കമ്പനിയിലേക്ക് വിട്ടുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു അവാർഡ് കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വലിയ ഡിസൈനറാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ബാക്കിയുള്ള ഡിസൈനിങ് മോശമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് പറയാം. പക്ഷേങ്കിൽ ഇപ്പൊ ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് ഞാൻ തയ്യാറില്ല. ഞാൻ സ്നേഹപൂർവ്വം ഈ അവാർഡ് നിരസിക്കുക. എനിക്ക് ഈ അവാർഡ് ഏറ്റുവാങ്ങാൻ സാധിക്കില്ലെന്ന് പറയണം. ഇത് കേട്ടതും ഹാളിലിരുന്ന ദേവേനി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ഇവളെന്തായി പറയണേ എന്നുള്ള രീതിയിലായിരുന്നു ദേവേനി പെട്ടെന്ന് ചിന്തിച്ചേ. അപ്പോഴേക്കും ആൻമേരി ചോദിച്ചു, മാഡം മാഡം എന്താ പറയണെന്ന് ചോദിക്കാം. അതെ, എനിക്ക് ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് സമ്മതമല്ലെന്ന് പറയണേ. ഇതിന് ചെലവായ തുക എത്രയാന്ന് വെച്ച് ഞാൻ തന്നോളാം. കാരണം ഇങ്ങനെ ഒരു ഫംഗ്ഷൻ സംഘടിപ്പിക്കണമെങ്കിൽ കുറെ പണം ചെലവാകും. ആ പണം ഞാൻ തിരികെ തന്നോളാന്ന് പറയണം. പെട്ടെന്ന് ദേവേനെ അങ്ങ് ചാടി എഴുന്നേറ്റു. നീ എന്താ പറയണേ? നിനക്ക് തോന്നിയാസം കാണിക്കാനുള്ള സ്ഥലമാണോ ഇത്? ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു നീ നേരത്തെ പറയണ്ടായിരുന്നോ? വിളിച്ചു വരുത്തി മനുഷ്യന്മാരെ അപമാനിക്കുകയാണോ ചെയ്യുന്നേ? ഇപ്പൊ ആൻമരിയനെ ഗേൾസിനെ ഉൾപ്പെടെ എന്നെയും കൂടെ നീ അപമാനിക്കുന്നേ. ഞാൻ ഈ സംഘടനയുടെ ഒരാൾ തന്നെയാണ്, അംഗത്വം നേടിയിട്ടുള്ള ആളാണ്. അപ്പൊ എന്നെയും കൂടെ അപമാനിക്കുമല്ലേ നീ ചെയ്തേന്ന് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ദേവേനെ അങ്ങോട്ടേക്ക് കയറി ഇങ്ങോട്ട് ചെല്ലുവാണ്. ഈ സമയത്ത് നയന പറഞ്ഞു, അമ്മ എന്തൊക്കെ പറഞ്ഞാലും ശരി, എനിക്ക് ഈ അവാർഡ് സ്വീകരിക്കാനായിട്ട് സമ്മതമല്ലെന്ന് പറയണം. ഓഹോ, അപ്പൊ നീ ഗ്രേസീനും ആൻമരീനെയും ഒക്കെ നാണം കെടുത്തോ ചെയ്യുന്നല്ലേ? ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീ ആ ഗ്രേസിന്റെ കയ്യിൽ നിന്ന് അവാർഡ് സ്വീകരിക്കണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ നയന പറഞ്ഞു, ഇല്ലമ്മേ, ഞാൻ അവാർഡ് സ്വീകരിക്കില്ല. ഇനി അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെങ്കിൽ ഈ അവാർഡ് ഞാൻ സ്വീകരിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ അവാർഡ് ഞാൻ സ്വീകരിക്കണമെങ്കിൽ ഈ അവാർഡ് എനിക്ക് വേണം, തരണം. അല്ലെങ്കിൽ ഈ അവാർഡിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഇതിനു വേണ്ടി പണം മുടക്കിയ ഒരാളുണ്ട്, അവർ ഈ അവാർഡ് തരട്ടെ, അങ്ങനെയാണ് ഞാൻ ഈ അവാർഡ് സ്വീകരിക്കാന്നൊക്കെ പറയണം. ഈ സമയം ആൻമരിയ വന്നിട്ട് പറഞ്ഞു, എന്താ ഇത്? ഇതേ ചുറ്റും ക്യാമറകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ക്യാമറ ഇതെല്ലാം ഒപ്പിയെടുത്തോണ്ടിരിക്കുക. നാളെ ഇത് സോഷ്യൽ മീഡിയയൊക്കെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയും മരുമോളും തമ്മിലുള്ള ഇങ്ങനെ അവാർഡ് ദാന ചടങ്ങിൽ ഒരു യുദ്ധം നടന്നറിഞ്ഞാൽ ഇതിൽ ഒരു നാണക്കേട് വേറെ ഉണ്ടോയെന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു, അതിന് അവാർഡ് ഞാൻ സ്വീകരിക്കുന്നില്ലോ, പിന്നെ ഇപ്പൊ അത് ക്യാമറ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ലോ എന്ന് പറയണം. ഇത് കേട്ടപ്പം ആൻമരി പറഞ്ഞു, മാഡം എന്താ ഇങ്ങനെയൊക്കെ പറയണെന്ന് ചോദിക്കുകയാണ്. നയന പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഈ അവാർഡ് എനിക്ക് സംഘടിപ്പിച്ച ഒരാളുണ്ട്, അവരുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഞാൻ ഈ അവാർഡ് സ്വീകരിച്ചോളാന്ന് പറയണം. പിന്നീട് നയന പറഞ്ഞു, കഴിഞ്ഞ ദിവസം എൻ്റെ അനിയത്തി നന്ദുവിന്റെ പേരിൽ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസിന് സമയത്ത് അവൾ സ്വയം വാദിച്ച് ജയിക്കുവേതേ. പക്ഷേങ്കിൽ അവൾക്ക് വേണ്ടുന്ന നിയമസഹായം ഒക്കെ കൊടുത്തേ പ്രശസ്തനായ ഒരു മാരാർ വക്കീലായിരുന്നു. മാരാർ വക്കീൽ പക്ഷെ ഫീസും കാര്യങ്ങളൊന്നും വാങ്ങിയില്ല. അപ്പൊ അതിന് കാരണം എന്താന്ന് എനിക്കറിയില്ലായിരുന്നു. പിന്നീട് ഞാൻ ആ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ആ വലിയ സത്യം ഞാൻ തിരിച്ചറിയുന്നത്. മാരാർ വക്കീലിന് ഫീസും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത് എൻ്റെ അമ്മയാണ് എന്നുള്ള കാര്യം. ഇത് കേട്ടതിന് ദേവേനി ഒരു ഞെട്ടലോട് കൂടിയിട്ട് നയനെ നോക്കുവാണ്. പിന്നീട് നയന ദേവേന്റെ അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു, അമ്മേ, എന്തിനാ ഇനി അമ്മയെ ഒരു പുകമറയ്ക്കുള്ള നിൽക്കുന്നേ? ആ പുകമറ നീക്കി പുറത്തേക്ക് വരാൻ പറയണം. എനിക്കറിയാം, അമ്മയ്ക്ക് കരള് താലം ചെയ്ത പെൺകുട്ടിയെ കുറിച്ച് കുറെ അന്വേഷിച്ചു. അവസാനം അമ്മ ആ പെൺകുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷം അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു. സത്യമല്ലേ ഞാൻ പറയണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ ദേവേനി ഇങ്ങനെ
ഒന്നും മിണ്ടാ നിൽക്കുകയാണ്. ദേവേനിക്ക് മനസ്സിലായി തന്റെ കള്ളത്തരങ്ങളൊക്കെ അവളുടെ മുന്നിൽ പിടിക്കപ്പെട്ടെന്ന്. എനിക്കറിയാമേ അമ്മ ആ കരള് ഭാഗത്ത് കഴുകിയ പെൺകുട്ടിനെ അമ്മ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അമ്മ ജീവന് തുല്യം ആ പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം അമ്മയ്ക്കറിയാം. ഇത് കേട്ടതും ദേവേനെ ഓടി വന്ന് അതിനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. എന്റെ മോളേന്നും പറഞ്ഞുകൊണ്ട്. ഈ കാഴ്ച കണ്ടതും ഓഡിറ്റോറിയത്തിരുന്ന് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. ഇത്ര സമയം അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്ന ഇത് എങ്ങനെയായി തീരും, എന്തായി തീരുമെന്നും അറിയത്തില്ലായിരുന്നു. പിന്നീട് ദേവേനയുടെ ആൻമേരി പറഞ്ഞു, അല്ല ആന്റിക്കൊന്നും പറയാനില്ലേ ഈ നിമിഷത്തിൽ നിന്ന് ചോദിക്കുകയാണ്. ആ സമയം നയന പറഞ്ഞു, അതെ ഞാൻ അവാർഡ് മേടിക്കാന്ന് പറഞ്ഞ് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് തരുവാണെങ്കിൽ, എൻ്റെ അമ്മയുടെ കൈ കൊണ്ട് തരുവാണെങ്കിൽ വാങ്ങാന്നാണ് ഞാൻ ഉദ്ദേശിച്ചതെന്ന് പറയാണ്. ഇത് കേട്ടതും ദേവേനിക്ക് സന്തോഷമായി. ദേവേനി പിന്നീട് എന്നിട്ട് ഓരോ കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങുകയാണ്. എനിക്ക് ഒറ്റ മോനാണ്, ആണും പെണ്ണുമായിട്ട് ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അവനോട് എനിക്ക് അതിയായ സ്നേഹമായിരുന്നു. അവന്റെ കല്യാണം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഭയങ്കര ടെൻഷനായി. ഒരു പക്ഷെ കെട്ടിക്കേറി വരുന്ന പെൺകുട്ടി അവനോട് അധികം സ്നേഹം കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്നോടുള്ള അവന്റെ സ്നേഹം നഷ്ടപ്പെടുവോ എന്ന് പോലും ഞാൻ ഭയന്നുപോയി. അതുകൊണ്ട് അവളെ ഞാൻ അവനിൽ നിന്ന് അകറ്റി നിർത്താനാണ് ശ്രമിച്ചേ. അവളെ ഒത്തിരി അധികം ദ്രോഹിച്ചു. അങ്ങനെയെങ്കിലും അവൾ പോകുവാണെ പോട്ടെ എന്ന് കരുതിയിട്ട്. പക്ഷേങ്കിൽ അവൾ പോകാനായിട്ട് കൂട്ടാക്കില്ല. പോരാത്തന് അവനെ അവൾ ചേർത്ത് പിടിക്കുകയും ചെയ്തു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇഷ്ടത്തിലായെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം എനിക്കത് സഹിക്കാൻ പോലും പറ്റുന്ന കാര്യമായിരുന്നില്ല. ഈ സമയത്താണ് എൻ്റെ മരുമോള് അവളുടെ ചേച്ചിക്ക് കലക്കി വെച്ച പാല് ഞാൻ എടുത്തു കുടിച്ച ഞാൻ ഹോസ്പിറ്റലിൽ ആവുന്നേ. അങ്ങനെ അഡ്മിറ്റ് ആയി കഴിഞ്ഞ സമയത്ത് പോലും ഞാൻ എൻ്റെ മരുമോളെ അകറ്റി നിർത്താൻ ശ്രമിച്ചേ. എൻ്റെ മരുമോൾ എന്നെ പലവട്ടം കാണാൻ വന്നു കഴിഞ്ഞപ്പം ഞാൻ അവളെ ആട്ടി ഓടിച്ചു. ആ നിമിഷം ദേവേനയുടെ മനസ്സിലേക്ക് ആ രംഗങ്ങളൊക്കെ വരുവാണ്. തന്നെ കാണാൻ ഐസിയുയിൽ നയന വരുന്നേ, താൻ അവളുടെ ചീത്തവാക്കുകളൊക്കെ പറഞ്ഞ് അവളെ ഓടിക്കുന്നവയായ കാര്യങ്ങളൊക്കെ. എന്നിട്ട് പോലും എനിക്ക് അവളെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ലായിരുന്നു. പക്ഷേങ്കിൽ അങ്ങനെ ഐസിയുയിൽ ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അവളോടും ഏറ്റവും വലിയൊരു ചതിയാണ് ചെയ്തേ. എൻ്റെ മോനും മരുമോളും തമ്മിൽ അടുപ്പത്തിലാണ്. അവർ ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പം ആ ഹണിമൂൺ ട്രിപ്പ് പോലും മുടക്കാനായിട്ട് ഞാൻ തയ്യാറായി. കാരണം അതിന് വേണ്ടിയിട്ട് അവനെ കൂടെ 41 ദിവസം വ്രതം എടുപ്പിച്ച് അവനെ ശബരിമലയ്ക്ക് വിടുക ചെയ്തേ. പക്ഷെ എന്നിട്ടും എൻ്റെ മരുമോൾക്ക് എന്നോടൊരു ദേഷ്യമില്ലായിരുന്നു. അങ്ങനെ അതുവരെ ചെയ്തൊരു ക്രൂരയായ അമ്മായിമ്മയായിരുന്നു ഞാൻ. പക്ഷെ അവസാനമാണ് ഞാൻ ആ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്നത്. എനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടി, എനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടിയെ നീ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞ് എൻ്റെ മരുമകളോട് കുറേ തവണ ഞാൻ ഇങ്ങനെ ചീത്തയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളെ കണ്ടുപിടിക്കണം അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പക്ഷേങ്കിൽ എന്നിട്ട് പോലും അവൾ ആ സത്യങ്ങളൊന്നും പറയാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവസാനമാണ് ഞാൻ ആ സത്യങ്ങൾ തിരിച്ചറിഞ്ഞ് എനിക്ക് കരള് ദാനം ചെയ്ത പെൺകുട്ടി ആരാന്നുള്ള കാര്യം അതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന, അല്ലെങ്കിൽ ഇത്രയും കാലം ഉപദ്രവിച്ചിരുന്ന എൻ്റെ മരുമോള് തന്നെയാണ് എനിക്ക് കരള് പാത്ത് നൽകിയെന്നുള്ളത്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ലെന്ന് പറയാണ്. അത്രയധികം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ എൻ്റെ മുന്നിൽ എല്ലാവരും കൂടെ ശരിക്കും നാടകം കളിക്കുമായിരുന്നു പറയാണ്. ഇത് കേട്ടതും നയനയുടെ അടുത്ത് നിന്നിട്ട് ദേവേനി പറഞ്ഞു, അമ്മയ്ക്ക് അറിയാലോ അമ്മ എന്നെ എത്രമാത്രം വെറുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ വെറുക്കുന്ന ഒരാളുടെ അടുത്ത് ഒരു പക്ഷേ സത്യങ്ങളൊക്കെ തുറന്നു പറയാൻ പറ്റുന്ന കാര്യമായിരുന്നു. അതുകൊണ്ടാണ് ആദർശേട്ടനും അച്ഛനും അവരൊക്കെ അമ്മയുടെ അടുത്ത് സത്യങ്ങളൊന്നും തുറന്നു പറയാതിരുന്നേ. അമ്മയ്ക്ക് കരള് ദാനം ചെയ്ത ഞാനാന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് വെറുപ്പ് കൂടുതൽ തോന്നുമോ എന്ന് വിചാരിച്ചിട്ട് മാത്രമാണെന്ന് പറയാ. ഇത് കേട്ടപ്പോൾ ദേവേനി പറഞ്ഞു, ഇല്ല. പിന്നീട് നയന പറഞ്ഞു, എനിക്കൊരു കാര്യം പിന്നീടാണ് മനസ്സിലായത്, അമ്മ എന്നെ അത്രയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ട് മാത്രമാണ് ഇപ്പം ഈ സത്യങ്ങളൊക്കെ അമ്മയോട് ഞാൻ തുറന്നു പറയണേന്ന് പറയണം. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ദേവേനി വന്നിട്ട് മോളേന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് കെട്ടിപ്പിടിക്കുകയാണ്. എന്നോട് ക്ഷമിക്കും മോളെ, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളാ ചെയ്തതെന്നൊക്കെ പറയണം. അങ്ങനെ അവർ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെയാണ് സോൾവ് ചെയ്യാണ്. ഇതിന് സാക്ഷിയായിട്ട് കുറച്ച് ആൾക്കാരും കൂടെ അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ആൻമേരി വന്നിട്ട് പറഞ്ഞു, അല്ല പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചില്ലേ, എങ്കില് ഇനിയിപ്പോൾ അവാർഡ് സ്വീകരിക്കാമല്ലോ അല്ലെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം ദേവേനി പറഞ്ഞു, ശരിയാന്ന് പറയണം. നയന പറഞ്ഞു, അമ്മയുടെ കൈ കൊണ്ട് അവാർഡ് സ്വീകരിക്കണം എന്ന് എനിക്ക് ആഗ്രഹം എന്ന് പറയാം. പിന്നീട് ദേവേനയുടെ കയ്യിലേക്ക് കൊണ്ടുവന്ന് അവാർഡ് കൊടുക്കുകയാണ്. ദേവേനി നയനയ്ക്ക് അവാർഡ് കൊടുക്കുകയാണ്. അങ്ങനെ അവാർഡ് കൊടുത്ത് നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മയും കൂടെ വെക്കുകയാണ്. ഇതെല്ലാം കൺകുളിറൊക്കെ കണ്ട് അവിടെയുള്ള എല്ലാവരും ഇങ്ങനെ നോക്കി സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. അതിനുമുമ്പ് ഒരു കാര്യം പറഞ്ഞിട്ട് നമ്മൾ ഡെയിലി സ്റ്റോറി എന്ന പേരിൽ ഒരു പുതിയ ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ ചാനലിനകത്ത് നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടവിശേഷങ്ങളായ ഇഷിതയുടെയും മഹേഷിന്റെയും അബിയുടെയും ജാനകിയുടെയും വേദയുടെയും വിക്രത്തിന്റെയും ഒക്കെ വിശേഷങ്ങൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരെ ആ ചാനലൊന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കണം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.